ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28. ഇന്ത്യയിൽ ഏതു വർഷം മുതലാണ് ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിച്ചു തുടങ്ങിയത്? 1987 മുതൽ. ഇന്ത്യയിൽ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്തുകൊണ്ട്? CV രാമൻ്റെ രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട ദിനമാണ് ഫെബ്രുവരി 28. രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം ഏത്? 1928 ഫെബ്രുവരി 28. 2025 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ശാസ്ത്രത്തിൽ പൊതുജന വിശ്വാസം വളർത്തുക. 2023 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിനായി. ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ്. CV രാമൻ്റെ കണ്ടെത്തൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്റ്റ്. CV രാമൻ്റെ കണ്ടുപിടുത്തം എന്താണ് കൈകാര്യം ചെയ്യുന്നത്? പ്രകാശത്തിൻ്റെ വിസരണം. ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആര്? CV രാമൻ. CV രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത്? 1930. CV രാമൻ്റെ മുഴുവൻ പേര് എന്താണ്? ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ. CV രാമൻ ജനിച്ചത് എവിടെയാണ്? തിരുച്ചിറപ്പള്ളി, തമിഴ്നാട്. CV രാമൻ ജനിച്ച വർഷം ഏത്? 1888 നവംബർ 7. CV രാമനെ നോബൽ സമ്മാനത്തിന് അർഹനാക്കിയ കണ്ടുപിടുത്തം ഏത്? രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്റ്റ്. ഏറ്റവും ഭാരം കൂടിയ മൂലകം ഏത്? സീസിയം. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏത്? ഹൈഡ്രജൻ. ആകാശവും ആഴക്കടലും നീല നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം ഏത്? വിസരണം. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ത്? ഫോട്ടോൺ. കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? CV രാമൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏത്? വർണ്ണാന്ധത. ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത്? ട്രാൻസിസ്റ്റർ. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? CV രാമൻ. CV രാമന് ഭാരതരത്നം ലഭിച്ച വർഷം ഏത്?
1954. 1954 CV രാമനോടൊപ്പം ഭാരതരത്ന പുരസ്കാരം നേടിയവർ ആരെല്ലാം? സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. വൈദ്യുത സെൽ കണ്ടുപിടിച്ചത് ആര്? വോൾട്ട. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഏത്? മെർക്കുറി. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏത്? അപ്സര. ശബ്ദത്തേക്കാൾ വേഗത കൂടിയ വിമാനം ഏത്? സൂപ്പർസോണിക് വിമാനം. ISRO സ്ഥാപിതമായ വർഷം ഏത്? 1969. സൂര്യാസ്തമയം കഴിഞ്ഞ് അല്പസമയത്തേക്ക് കൂടി സൂര്യനെ കാണുന്നതിനു പിന്നിലെ പ്രതിഭാസം എന്ത്? അപവർത്തനം. CV രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂർ. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏകകം ഏത്? ഡെസിബൽ. 2013 മുതൽ അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി രാമൻ പ്രഭാവത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഇന്റർനാഷണൽ ഹിസ്റ്റോറിക് കെമിക്കൽ ലാൻഡ്മാർക്ക്. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സോണാർ. ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ്? ഹോമി ജെ ഭാഭ. ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിൻ്റെ ചുവപ്പു നിറത്തിന് കാരണം? വിസരണം. രാമൻ പ്രഭാവം എന്തിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തമാണ്? പ്രകാശത്തിൻ്റെ വിസരണം. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? JJ തോംസൺ.